ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. രണ്ടാഴ്ച കൂടുതലായി ഇപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. ഞാൻ അത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തീരെ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിന്ന് കണ്ണൂർ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇവിടെ മെട്രോപോളിസിൽ വന്നിട്ട് നമ്മൾ HP പിന്നെ നമ്മൾ ടോട്ടൽ കൊളസ്ട്രോളും ഒക്കെ ചെക്ക് ചെയ്തു കേട്ടോ. അതൊക്കെ നോർമലാണ്. ഡോക്ടറെ കാണാനുള്ള ടൈം ഉച്ചക്കത്തേക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുവരെയുള്ള ടൈം ഞങ്ങൾ ലാബിലിരുന്ന് തീർത്തു. രാവിലെ എത്തിയതാണ് കണ്ണൂർ. അപ്പോൾ അവിടുന്ന് പിന്നെ അച്ഛൻ്റെ കുറച്ച് ഗുളികയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ജനൌഷധിയിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നാളെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അവിടെ വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. ആ ടൈം എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എവിടെ പോകുമ്പോൾ ഇപ്പോൾ അതും കൊണ്ടായിരുന്നു പോവുക. അവിടെ പോയി ഇന്ന് കുറച്ച് നേരം വായിച്ചു. ഞങ്ങൾ ജനറൽ മെഡിസിനിലാണ് കേട്ടോ കാണിക്കണത്. പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കഴിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ ടൈമായത്. കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വൈറ്റമിൻ D ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ D ചെക്ക് ചെയ്യാൻ 1000 രൂപയായി മക്കളെ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ എന്നോട് നേരത്തെ ഡോക്ടർ തലേന്ന് ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. അവിടെ നിന്ന് വൈറ്റമിൻ D ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്തില്ല കേട്ടോ. പൈസ ഇല്ല, അത് വെറുതെ കളയണ്ടല്ലോ വെച്ചിട്ട് നിന്നു. ഇവിടെ വന്നപ്പോഴും വൈറ്റമിൻ D ചെക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചെക്ക് ചെയ്തു. പക്ഷേ റിസൾട്ട് കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് ഡോക്ടറെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഞാൻ പിറ്റേ ദിവസം രാവിലെ എനിക്ക് സൈലത്തിൽ പോകണം. ക്ലാസ് ഇല്ല, പക്ഷേങ്കിൽ നമുക്ക് അവിടെ പോയിരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു ഉപകാരമാണ്. നമ്മൾ വീട്ടിലിരുന്നാൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജോലി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടൈം അങ്ങ് പോവല്ലേ. പക്ഷേ നമ്മൾ അവിടെ പോയിരുന്നാൽ നമുക്കൊന്നിനെ കുറിച്ച് ആലോചിക്കാണ്ട് നമുക്കൊരു കുറഞ്ഞൊരു 5 മണിക്കൂർ എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ബസ്സിൽ 1 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആകുമ്പോൾ തന്നെ 2 മണിക്കൂർ കിട്ടും. അങ്ങനെ മൊത്തം ടൈം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സൈലത്തിൽ പോയിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ AKG എത്തി ഡോക്ടറെ കാണിച്ചു. വൈറ്റമിൻ D കുറവാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി മെഡിസിനൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ജനൌഷധി പോയിട്ടോ. അവിടെ നിന്ന് അച്ഛൻ്റെ ഗുളികകളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം സൈലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. കണ്ണൂർ ടൗണിൽ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നടന്ന് തന്നെ പോകുന്നു സൈലത്തിലേക്ക്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് 2 എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. തലേന്നത്തെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഒരു SCRTൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയില്ല. അപ്പോൾ അത് രണ്ടും എഴുതി മാർക്കൊക്കെ നോക്കി. മാർക്ക് കുഴപ്പമില്ല കേട്ടോ. എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. കുറേ തെറ്റുകളുണ്ടായിരുന്നു. കുറേയൊക്കെ അൺആൻസേർഡാക്കി ഇടേണ്ടി വന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. നമ്മൾ ഇന്ന് കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ക്ലാസ്സല്ല പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരുടെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് സുഖമാണ് കേട്ടോ. ഫുൾ AC ഒക്കെ ഇട്ടിരുന്ന് സുഖമായിട്ടിരുന്ന് പഠിക്കാം. അങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. നാട്ടിലേക്കുള്ള ബസ് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി നേരത്തെ ഇറങ്ങി. അല്ല ഞാനൊരു 4:30 ആകുമ്പോഴേ ഇറങ്ങുള്ളായിരുന്നു. പിന്നെ ഇനിയിപ്പം നാട്ടിലേക്കുള്ള ബസ് കിട്ടി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരികുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നെഗറ്റീവ്സ് വരും. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് ആണല്ലോ നമുക്ക് സക്സസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കണത്. എവിടെ വരെ പോകും, എങ്ങനെ എത്തിപ്പെടും എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. എഫേർട്ടിനുള്ള റിസൾട്ട് ഉണ്ടായാൽ മാത്രം മതി. എനിക്ക് ആ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏട്ടനും അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം അച്ഛനും അമ്മയും ആലപ്പുഴയിൽ നിന്ന് കണ്ണൂർ വന്ന് നിൽക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം, സെറ്റാവുമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.